ഈ അഖിൽമാരാർ ഈ ലൈവ് ഇട്ടതിന് ശേഷം ഇപ്പൊ അഖിൽമാരാറിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും എഫ്ഐആർ ഇട്ടതും അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരുപാട് കേസുകൾ ഇപ്പൊ നിലവിൽ വന്നു. ഇപ്പൊ ഇത്രയും പോലും ബുദ്ധിമുട്ടില്ല മനസ്സിലായോ? അഖിൽമാരാർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കേരളത്തിലെ സ്ത്രീകൾക്കും ഇനി ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇപ്പൊ പുരുഷന്മാർ ഉൾപ്പെടെ എത്താനുണ്ടെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ ആ വിഷയം എന്താണോ അതിനങ്ങ് നുള്ളിയെടുത്ത് കളഞ്ഞാൽ പോരെ. ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇത്? എടോ അതാ പറഞ്ഞത്, ഇവൻ ഒറ്റ കേസ് കൊടുക്കേണ്ടടുത്ത് അല്ലേ കേസ് എന്നിട്ടും വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കോമഡി ആ വന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ അപ്പോഴും ഇവനെ ഒഴിവാക്കി. അവൻ ഇത്രയും കേസായെന്ന് പറഞ്ഞിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ അവർ ഇപ്പോഴെങ്കിലും കേസ് കൊടുക്കണ്ടേ ഇവനെ രക്ഷിക്കാനെങ്കിലും? ഇവൻ പറഞ്ഞത് തെറ്റല്ല, ഇവൻ പറഞ്ഞത് ശരിയാണ്, അതിനുപോലും അവർ കൂട്ടുവയ്ക്കുന്നില്ല. ഇവൻ ഒറ്റപ്പെട്ട് പാവം. ഈ സംഭവത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു. ആ ഇന്റർവ്യൂ കണ്ട ഭയങ്കര കോമഡിയാ. ഹൈദരാബാദ് ചോദിക്കും ആരാ പേര് പറ, അത് പറയത്തില്ല. കോമഡി സീനാ. ഹൈദറിന് അറിയാവോന്ന് അറിയത്തില്ല, ഹൈദറിനോട് പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ പിന്നാളാന്ന്, അതിനും പറയത്തില്ല. ഇവൻ ഈ പറഞ്ഞ പരിപാടിയും പൊക്കി എടുത്തോണ്ട് അഖിൽമാരാർ മാണ്ടനാവുന്നത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം നേരെ ഹൈദരലിയുടെ അടുത്തോട്ടൊക്കെയാണ് ചെല്ലുന്നത്. അവിടെ രണ്ടാമതാ പോകേണ്ടത്, ഇവിടെ പോയിട്ടാണ് ഇവിടെ വരേണ്ടത്, അല്ലാതെ ഇവിടോട്ട് മാത്രമല്ല പോകേണ്ടത്. അതാണ് അഖിൽമാരാറിന് ബുദ്ധി ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ബോധമില്ലാത്തവനാണ്, പൊട്ടനാണ്. ഇയാളാരാ? അത് വേറൊരു സാധനം. എന്ത് ഹൈദരലി അവനോടൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഒരു മാധ്യമപ്രവർത്തകനല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാലോ നമുക്ക്. വേറെ അവൻ ആകെ അറിയാവുന്ന മാധ്യമപ്രവർത്തകർ ഹൈദരലിയാണ്. ഹൈദരലി എന്ത് ചെയ്യുന്നത്? എന്റർടൈൻമെന്റ് മറ്റേ സിനിമാടന്മാരുടെ പുറകെ നടക്കുന്ന ഒരുത്തൻ. എവിടെ പി ആർ വിളിച്ചാലും എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെ ഇന്റർവ്യൂ എടുക്കാറുണ്ടല്ലോ. ഇല്ലോ, ഇയാൾ ഇതിന്റെ മാത്രമേ ചെയ്യാറില്ല. സിനിമാടന്മാരുടെ പുറകെ ഓച്ചാനിച്ച് നടക്കുന്ന ഒരുത്തനാണ്. എവിടെ ചെന്നാലും കാണാൻ ഒലിപ്പിച്ച് നിൽക്കുന്നത്. ഈ സിനിമാ പരിപാടി അല്ലാതെ വേറൊരു പരിപാടിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇയാളൊന്നും. ഞാനാണ് ഒരിക്കലും പോകത്തില്ലല്ലോ. നമ്മളാണെങ്കിൽ കറക്റ്റായിട്ട് വിളിച്ച് ഈ പറഞ്ഞ പോലത്തെ ഇവിടെ മെയിൻ ചാനലുകൾ ഏതാണ് ദൂരദർശന് വരെ വിളിച്ച് പറയും. അവിടെ നിന്ന് തുടങ്ങും. ഏഷ്യാനെറ്റ്, 24, കൈരളി, റിപ്പോർട്ടർ, മീഡിയ 1, ഈ പറഞ്ഞ എന്താ പിന്നെ വേറെ ഏതൊക്കെയാ, മാതൃഭൂമി, മംഗളം, മനോരമ എല്ലാം ഞാൻ പറയും. ഞാൻ അവിടേക്ക് വിളിക്കും. ഞാൻ ഈ വക കോണ്ടാക്ട്സ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് വക്കീലും പോലീസും ഡോക്ടർമാരുടെ നമ്പറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഇത്രയും പേരോടെ പറയണ്ട. അല്ലാതെ അത് ഞാൻ പറഞ്ഞില്ല, കേസ് കൊടുത്തതിന് ശേഷം ഇവരെല്ലാം അറിയിച്ച FIR അയച്ചു കൊടുക്കണം, എന്നാലേ ഇവരൊക്കെ എടുക്കത്തുള്ളൂ. അല്ല ചുമ്മാ ഇങ്ങനെ ഞാൻ നിന്നിട്ട് പിടിപ്പിച്ച് അറിഞ്ഞോ, ഞാൻ എന്നോട് ഒന്ന് പറഞ്ഞു, എനിക്ക് ചാറ്റ് അയച്ചെന്ന് പറഞ്ഞാൽ അവരെ പോടാ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കാണും കേട്ടോ. ഇവനെ ഓടിച്ചാ ചിന്തിക്കാനുള്ള ഏജൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഈ ഉടായ്പിന് നമ്പറും പറഞ്ഞ് എവിടെയെങ്കിലും കയറി ഇങ്ങനത്തെ പറഞ്ഞ കേസ് വരുമ്പോൾ അതിനകത്തൊക്കെ ചെന്ന് തലയിട്ട് കിടന്ന് കുറേ വർത്താനം പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെന്തോ ഇങ്ങനെയുള്ള സാധനം കേൾക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമാണ്. അഖില് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു, ഞാൻ സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്നു, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഏത് സാധാരണക്കാർക്ക് വേണ്ടി ഇവൻ സംസാരിച്ചു? ഇപ്പൊ കേട്ടില്ലേ, ഒരു സാധാരണക്കാരിയായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിയർപ്പ് ഉടച്ച് നടക്കുന്നവളൊന്നും നീ എന്റെ 7 ഇലക്കത്ത് വരാൻ അർഹതയില്ലാത്തവള്, യോഗ്യതയില്ലാത്തവള്, മധുവിന്റെ കാര്യത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് അതും എന്നിട്ട് പറയാം ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം അപമാനിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുപിടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ അവളെ എല്ലാം പറയാറുണ്ട്. അത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടല്ല പറയുന്നത്, അല്ല സ്ത്രീ ആയതുകൊണ്ട് പുരുഷനായതുകൊണ്ടോ ഒന്നും അല്ല ഈ കാര്യങ്ങൾ. ഇപ്പൊ ജോളി എന്ന് പറയുന്നവളെ പറയുമ്പോൾ സ്ത്രീകളെ മൊത്തം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ മുഴുവനും അവളെ അങ്ങ് അപമാനിച്ച് എന്ത്? അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞു ഇവനോട്, ഇവന് ട്രാൻസ്ജെൻഡേഴ്സിന് മൊത്തം അപമാനമായി ഈ പെണ്ണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ കയറി വന്നിട്ട് വെറുതെ ഇവനുടനെ ഇടയിൽ കയറ്റുമോ കൊണ്ടെന്ന്. അത് ട്രാൻസ്ജെൻഡറും കൂടെ ആണെങ്കിൽ അതിനകത്ത് വേറെയും പ്രശ്നമുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ ഇത്ര അവമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറയുവാണ്, ജെൻഡർ വെച്ചിട്ടൊക്കെ നോക്കുവാണെങ്കിൽ സ്ത്രീകളെ അവമാനിക്കുന്ന പോലെ തന്നെ ട്രാൻസ്ജെൻഡറെ അവമാനിക്കാൻ പാടില്ല. സ്ത്രീകളെ അവമാനിച്ചു കേസ് കൊടുക്കുന്ന പോലെ ഈ ട്രാൻസ്ജെൻഡറെ അവമാനിച്ചു ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തത്തിൽ തമാശ. അത് അവൻ അങ്ങനത്തെ തമാശ പറയുന്നത് അല്ല. അവൻ ചാടി കയറുന്ന സ്ഥലം നോക്കും, ആരെങ്കിലും നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് അത് അവന് ഈസി ആയിട്ട് കയറാവുന്ന സ്ഥലത്തോട്ടേ അവൻ കയറത്തുള്ളൂ. എന്നിട്ട് അതിനോടൊപ്പം തന്നെ അവൻ ഇരുന്ന് പറയുകയും ചെയ്യും, മോഹൻലാൽ ഭയങ്കര നല്ലവനുമാണ്, പാവമാണ്, അറിയാതിരിക്കുവാണ്, മോഹൻലാലിന് അത്രയും നല്ലൊരാളില്ല, മോഹൻലാലിന് ഏഷ്യാനെറ്റ് പറ്റിക്കുവാന്ന്. ഇപ്പൊ അഖിൽമാരാർ ഇത് പറഞ്ഞിട്ട് 1 മാസമായി, അല്ല വേണ്ട 2 മാസമായി. ഇനി മുന്നോട്ട് ഇനി 1 വർഷം കഴിഞ്ഞാലും മോഹൻലാൽ ആ പരിപാടിക്കകത്ത് കാണും. അപ്പൊ എങ്കിലും ഈ പൊട്ടനെ മനസ്സിലാവുന്നുണ്ടോ മോഹൻലാൽ പാവമല്ലെന്ന്? ഇത്ര അലിഗേഷൻ ഉണ്ടാക്കിയ സ്ഥലത്ത് പിന്നെ മോഹൻലാൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മോഹൻലാൽ കള്ളനായിരിക്കും, അല്ലെ അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല. നമ്മൾ മോഹൻലാലിനോട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കേണ്ടി. അഖിൽമാരാർ പറയുന്ന പക്ക കള്ളമാണെന്ന് മോഹൻലാൽ ഫാൻസ് മുഴുവനും പറയും. കാരണം മോഹൻലാൽ അങ്ങനെ ചെയ്തിട്ടില്ല.
എടാ ഞാനൊരു കാര്യമുണ്ട് ഇപ്പോ. അപ്പൊ മോഹൻലാൽ അവിടെ നിന്ന് പോണം. എടാ ഇവിടെ പറഞ്ഞത് സത്യമാണെങ്കിൽ മോഹൻലാൽ അവിടെ നിൽക്കാൻ പാടില്ല, കാരണം പീഡനം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ പോട്ടെ, മോഹൻലാൽ അല്ലാത്ത ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെല്ലാം നാട്ടുകാരെ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ശത്രുസംഹാര പൂജ നടത്തി. ഈ മോഹൻലാൽ ഇപ്പൊ മോനെടാ അഖിലേ എന്തിടാ മോനെ ആരെടാ അത് പീഡിപ്പിച്ച് എന്ന് ചോദിക്കണ്ടേ? എന്നിട്ട് എന്താ മോഹൻലാൽ ചെയ്യണ്ടേ? അവനെ പറഞ്ഞു വിട്ടെ, അവനെ കേസ് എടുക്കണേ, ഞാൻ മോളുടെ കൂടെ നിൽക്കാം. മോള് ഏത് ബിഗ് ബോസിൽ വന്ന എല്ലാം പുള്ളിയുടെ മക്കളെ പോലെ പുള്ളി മള്ളേ എന്നാ അവിടെ അങ്ങോട്ട് വിളിക്കും പുള്ളി. ആരെയാ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾ വിളിച്ചിട്ട് മള്ളേ ആരാ മോളെ പിടിപ്പിച്ചേ, മോള് കേസ് എടുക്കുക, ഞാനുണ്ട് കൂടെ, അത്രേ ഉള്ളൂ. ആ പ്രശ്നം തീർന്ന് അവനെ പൊക്കും. ഇപ്പൊ മോഹൻലാൽ ഇവനെ പിടിക്കണ്ടേ, ഈ അഖിൽമാരാറിനെ എന്തൊരു തെണ്ടിത്തരോടെ പറഞ്ഞാണെങ്കിലും ചോദിക്കണ്ടേ? അതും മോഹൻലാൽ ചെയ്തിട്ടില്ല. ഇപ്പോ മോഹൻലാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ മിണ്ടായിരിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ കേസ് വരുമ്പോൾ ഇയാൾ മിണ്ടത്തില്ല, പേടിയാണോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.